ഹായ് ഹലോ ഫ്രണ്ട്സ്, ദിവ്യാസ് വേൾഡിൻ്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ തയ്യാറാക്കാൻ പോകുന്നത് അറേബ്യൻ കുഴിമന്തിയാണ്. ഇത് നല്ല ടേസ്റ്റിയാണ്. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ടുള്ള ഒരു ഫുഡും കൂടിയാണ് ഈ കുഴിമന്തി. ഇത് നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ എങ്ങനെ തയ്യാറാക്കിയെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നായിട്ട് നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ഏതെങ്കിലും ഫ്രണ്ട്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം അതിനകത്തുള്ള കുഞ്ഞു ബെല്ലൈക്കണും കൂടി ഒന്ന് പ്രസ് ചെയ്യുക. കുഴിമന്തി തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ബസ്മതി റൈസാണ് എടുത്തിട്ടുള്ളത്. ഈ കപ്പിൽ 1 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്. ഇത് നന്നായിട്ട് ഒന്ന് വാഷ് ചെയ്തതിന് ശേഷം നമുക്കിത് 1 മണിക്കൂർ സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. സോക്ക് ചെയ്തതിന് ശേഷം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. ഇനി നമ്മൾ വേറൊരു പാത്രത്തിലേക്ക് കുറച്ച് മന്തി മസാല ഇട്ട് കൊടുക്കാം. ഇത് ഞാൻ ആ മന്തി കിറ്റ് വാങ്ങിയതിലുള്ള മന്തി മസാലയാണ്. നമുക്കിത് വീട്ടിൽ വേണമെങ്കിലും ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. ഞാൻ റൈസിലിടുന്നത് ഞാൻ വീട്ടിലുണ്ടാക്കിയെടുത്ത മന്തി മസാലയാണ്. ഇനി നമുക്കതിലേക്കൊരു 1/4 ടീസ്പൂൺ അളവിൽ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്കതിലേക്കൊരു 1/2 ടീസ്പൂണ് മുളക് പൊടിയും ഇട്ട് കൊടുക്കാം. ഇത് അത്യാവശ്യം എരിവുള്ള മുളകാണ്. പിന്നെ ഞാൻ അതിലേക്ക് ചേർക്കുന്നത് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റാണ്. ഇത് മൂന്നും കൂടി നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുത്തതിൻ്റെ പേസ്റ്റ് ഒരു 1.5 ടീസ്പൂൺ ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു ഹാഫ് ലെമൺ പിഴിഞ്ഞ് വെച്ചതും ചേർക്കുന്നുണ്ട്. പിന്നെ അടുത്തതായിട്ട് നമ്മൾ അതിൽ ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് ഉപ്പാണ്. ഉപ്പ് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്കതിലേക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം. ഒരു 2 ടേബിൾ സ്പൂണോളം സൺഫ്ലവർ ഓയിലോ അല്ലെങ്കിൽ പാം ഓയിലോ ഒഴിച്ച് കൊടുക്കാം. എന്നിട്ട് ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഞാനിതിൽ കുറച്ച് കളർ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ചിക്കന് നല്ല കളർ കിട്ടാൻ, നല്ല റെഡ് കളർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിതിൽ കളർ പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ ഇത് നന്നായിട്ട് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് ചിക്കനിലേക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഞാനിവിടെ ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഇത് കറക്റ്റായിട്ട് എത്ര kg ഉണ്ടെന്ന് അറിയില്ല. ഒരു ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഈ ചിക്കന് 4 പീസാക്കിയിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് 4ലും ഞാൻ നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിക്കുന്നുണ്ട്. ഇപ്പോൾ ഞാൻ ചിക്കനിൽ എല്ലാ 4 പീസിലും നന്നായിട്ട് മസാല തേച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഒരു മണിക്കൂർ മുതൽ 2 മണിക്കൂർ വരെയൊക്കെ നമുക്കൊന്ന് ഫ്രിഡ്ജിൽ വെക്കാം. എത്ര നേരം വെക്കുന്നോ അത്രയും ടേസ്റ്റ് ആയിരിക്കും നമ്മുടെ ചിക്കന്. ഞാനിത് അടുപ്പിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ ചിക്കൻ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഇഡ്ഡലി പാത്രം വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഉള്ളിൽ സ്റ്റീം ചെയ്യുന്ന പാത്രം ഇതിലില്ല. അതുകൊണ്ട് ഞാൻ നമ്മുടെ കണ്ണുപാത്രമില്ലേ, കണ്ണുള്ള പാത്രം, അതിൽ ഞാൻ ചിക്കൻ ഇറക്കി വെച്ചിട്ട് ആ പാത്രം ഇഡ്ഡലി പാത്രത്തിൻ്റെ മേലെ കയറ്റി വെച്ചിട്ട് ഇഡ്ഡലി പാത്രത്തിൻ്റെ മൂടി വെച്ചിട്ട് മൂടിയിട്ടാണ് ഞാൻ കുക്ക് ചെയ്തെടുക്കുന്നത്. ഇതൊരു 15 മുതൽ 20 മിനിറ്റ് വരെ നന്നായിട്ടൊന്ന് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ചിക്കൻ ഏകദേശം കുക്കായിട്ട് വരും. ഇത് കഴിഞ്ഞിട്ട് നമ്മൾ പുഴുങ്ങിയെടുത്തതിന് ശേഷം നമ്മൾ ഈ ചിക്കന് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കും കൂടി ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു 20 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ചിക്കന് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പം തന്നെ നല്ല മന്തിയുടെ സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഈ ചിക്കനിൽ നിന്ന്. ഇനി നമുക്ക് റൈസ് തയ്യാറാക്കിയെടുക്കാം. ഞാനിവിടെ ചൂട് കട്ടിയുള്ള ഒരു പാത്രത്തിൽ അത്യാവശ്യത്തിനുള്ള ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഈ ഓയിലും ആ മന്തി കിറ്റിൽ ഉണ്ടായിരുന്നതായിരുന്നു. അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ട് അളവ് ഞാൻ ശ്രദ്ധിച്ചില്ല. അതിലേക്ക് നമുക്കൊരു 2 മീഡിയം സൈസ് സവാള നീളത്തിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സോർട്ട് ചെയ്തെടുക്കാം. സോർട്ട് ചെയ്തെടുക്കുന്ന സമയത്ത് നിങ്ങൾ കുറച്ച് ഉപ്പും കൂടി ആഡ് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് അങ്ങോട്ട് സവാളയൊക്കെ പെട്ടെന്ന് വഴന്ന് വരും. ഇനി നമുക്ക് അടുത്തതായിട്ട് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് ചില്ലി പേസ്റ്റ് നമ്മൾ നേരത്തെ ചിക്കന് മാഗ്നേറ്റ് ചെയ്യുമ്പോൾ തേച്ചില്ല, അതേ പേസ്റ്റാണ് ഉള്ളത്. അത് ഒരു ടേബിൾ സ്പൂണോളം ഉണ്ടാകും. അതും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. നന്നായിട്ട് സോട്ട് ചെയ്തെടുത്തതിന് ശേഷം നമുക്കതിലേക്ക് മന്തി മസാല ഇട്ട് കൊടുക്കാം. അത് വീട്ടിൽ തയ്യാറാക്കിയതാണ് ഈ മന്തി മസാല. നമ്മുടെ പട്ട, ഗ്രാമ്പൂ, ഏലക്ക, ജീരകം, പിന്നെ മല്ലി ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഗ്രൈൻഡ് ചെയ്തെടുത്തതാണ് ഇത്. മറ്റേ മസാല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, പാക്കറ്റിൽ ഉണ്ടായിരുന്ന മസാല കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അടുത്തതായിട്ട് ഞാൻ ഇതിലേക്കൊരു ഡ്രൈ ലെമണും കൂടി ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ മന്തിയിലെ സ്പെഷ്യൽ ഐറ്റമായ ചിക്കൻ മാഗി ക്യൂബും കൂടി ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഇത് നന്നായിട്ടൊന്ന് സോട്ട് ചെയ്തെടുക്കാം. ഈ മാഗി ക്യൂബ് നന്നായിട്ടൊന്ന് മെൽറ്റായിട്ട് വരട്ടെ. ചട്ടി നന്നായിട്ട് ചൂടായതോ പാത്രത്തിൻ്റെ സൈഡിൽ ഒരു ബ്ലാക്ക് കളർ വന്നിട്ടുള്ളത്. ഇനി നമുക്കതിലേക്ക്
2 തക്കാളി, 2 ചെറിയ തക്കാളി പേസ്റ്റ് ആക്കിയതും കൂടി ആഡ് ചെയ്ത് കൊടുക്കുക. അതിൽ നന്നായിട്ട് റെഡ് കളർ കാണുന്നത് ആ പാക്കറ്റിൽ ഉണ്ടായിരുന്ന ചെറിയ ടൊമാറ്റോ കെച്ചപ്പാണ്. അപ്പോൾ അത് തികയില്ല എന്ന് എനിക്ക് തോന്നി, 1 കിലോ റൈസൊന്നും അത് തികയില്ല എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ട് ഞാൻ ചെറിയ 2 തക്കാളിയും കൂടി എടുത്തിട്ട് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇനി അടുത്തതായിട്ട് നമുക്കതിലേക്ക് വാട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് ഞാൻ നേരത്തെ ചിക്കൻ സ്റ്റീം ചെയ്തതിൻ്റെ വാട്ടറാണ്. ഇത് ഏകദേശം 1 കപ്പിൻ്റെ അടുത്ത് ഉണ്ടായിരുന്നു. പിന്നെ അതിലേക്ക് ഞാൻ 1 കപ്പ് ചൂടുവെള്ളം കൂടി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. നമ്മൾ 1 കപ്പ് റൈസാണ് എടുത്തിട്ടുള്ളത്, അപ്പോൾ അതിലേക്ക് ഞാൻ 2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കാം. എൻ്റെ ചിക്കനിൽ കുറച്ച് ഉപ്പ് കുറവുള്ളതുപോലെ തോന്നി, അപ്പോൾ ഞാൻ റൈസിൽ കുറച്ച് അധികം തന്നെ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് മൂടി വെക്കാം. ഈ വെള്ളം നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ. തിളച്ച് വന്നതിന് ശേഷം നമുക്കതിലേക്ക് റൈസ് ആഡ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് കഴുകി ഊറ്റി വെച്ചിരിക്കുന്ന റൈസ് ഇതിലേക്ക് ആഡ് ചെയ്യാം. ഇനി വെള്ളം നന്നായിട്ടൊന്ന് വറ്റി വരട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടി ഞാനൊരു ചട്ടിയിലേക്ക് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. അതിലേക്ക് ചിക്കൻ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. ഇനിയുള്ള സ്റ്റെപ്പാണ് നമ്മുടെ മന്തിയിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സ്റ്റെപ്പ്. ഇതാണ് നമ്മുടെ മന്തിയുടെ ടേസ്റ്റ് കൂടുന്നത്. അപ്പം നമ്മുടെ റൈസ് ഇവിടെ നന്നായിട്ട് റെഡി ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ചിക്കൻ്റെ പീസില്ലേ, അത് നമുക്ക് ഈ പാത്രത്തിൻ്റെ സൈഡിലൊക്കെ ഒന്ന് വെച്ച് കൊടുക്കാം. ഇനി നമ്മളിതിൽ ദമ്മ് ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളതാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ചിക്കൻ്റെ പീസുകളെല്ലാം ഇതിൻ്റെ സൈഡിൽ ഒന്ന് വെച്ച് കൊടുത്തതിന് ശേഷം നമുക്ക് ഇതിൽ ഒരു സൂത്രം കാണിക്കാം. ഒരു പാത്രം എടുക്കുക, ഒരു ചെറിയ സ്റ്റീൽ പാത്രം എടുത്തിട്ട് ഇതിൻ്റെ സെൻറ്ററിലായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുക. ഇതെന്തിനാണ്? നമുക്കിതിൽ കരി ഇട്ട് കൊടുക്കാനാണ്. കരിയാണ് മന്തിയുടെ ടേസ്റ്റ് കൂട്ടുന്നത്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് ഞാൻ അടുപ്പിൽ നിന്ന് കുറച്ച് കരി എടുത്തിട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് മുമ്പായിട്ട് നമുക്കിതിലേക്ക് കുറച്ച് മല്ലിയില കൂടി വിതറി കൊടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് കുറച്ച് കരി ഇട്ട് കൊടുക്കുന്നുണ്ട്. ആ കരി ഇതിൽ വെച്ച് കൊടുത്തതിന് ശേഷം അതിൻ്റെ മേലെ കുറച്ച് ഓയിലും കൂടി ഒഴിച്ച് കൊടുക്കുക. അപ്പം നല്ല പുക വരും. ആ പുക നിങ്ങൾ പുറത്ത് പോകാൻ വിടരുത്. പെട്ടെന്ന് തന്നെ നമ്മൾ അതിൻ്റെ അടപ്പ് വെച്ചിട്ട് മൂടിയിട്ട് അതിൻ്റെ മേലെ വെയിറ്റ് എന്തെങ്കിലും കയറ്റി വെക്കണം. എന്നിട്ട് നമുക്കൊരു അരമണിക്കൂറെങ്കിലും ഇത് ദം ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം. അപ്പോഴേക്കും നമ്മുടെ മന്തി സൂപ്പറായിട്ട് റെഡി ആയിട്ടുണ്ടാകും. അപ്പോൾ നമ്മുടെ പ്രൊസീജിയർ കഴിഞ്ഞു. ഇനി നമുക്കിത് മൂടി വെക്കാം. ഇതിന് മേലെ ഞാൻ വെയിറ്റ് വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് അരമണിക്കൂറിന് ശേഷം നമ്മുടെ സൂപ്പറായിട്ടുള്ള മന്തി, അറേബ്യൻ മന്തി റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാനൊരു മയോണൈസും ഒരു ടൊമാറ്റോ സോസും കൂടി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറക്കാതെ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുക. ഇനിയും മുന്നോട്ടുള്ള വീഡിയോക്ക് എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് അത്യാവശ്യമാണ്. പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ.